നമസ്കാരം ബ്രോ. നമസ്കാരം. എന്താ പേരെന്താ? എൻ്റെ പേര് ഇർഷാദ്. വീടെടുത്തിട്ട് കുറേ ആയോ? ഇവിടെ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 5 മാസത്തിൽ മുകളിലായി. ആണല്ലേ? ഏകദേശം എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? ഏകദേശം ഇപ്പോൾ ഒരു 15,000 ആകുന്നു. ഓക്കെ. ബ്രോ എവിടുന്ന വണ്ടി വാങ്ങിച്ചത്? ഞാൻ എയ്സ് മോട്ടോഴ്സ്, കാലിക്കറ്റ്. ഈ മണികണ്ഠനെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ എത്ര ദിവസമായി? 2 ദിവസം മുന്നല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൊമാറ്റോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സമയപരിധി ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. നമ്മൾ ഫീൽഡിൽ ഓടിയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചുകൂടി നിങ്ങളോട് പറയാനുണ്ട്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും, പുതിയൊരു ട്രെൻഡാണ്, പുതിയ ഒരു ലെവലിൽ ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ, ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിക്കാനൊക്കെ വലിയൊരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർക്ക് ഒരു പ്രയാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം ഒരു 2.5 മാസത്തിൽ കൂടുതലായി. അപ്പോൾ ഏകദേശം ഒരു 6,500 പുറത്തുള്ള കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് നമ്മൾ ഹീറോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു വാഹന നിർമ്മാതാക്കളാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് കുറേ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഈ കമ്പനീൻ്റെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനോ പറയാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അതേസമയം നമ്മൾ വണ്ടി എടുത്തു. പക്ഷേ വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫീൽഡിൽ ഓടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടു. അതായത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞ് നമ്മൾ പെരുവഴിയിലാവുന്ന ഒരവസ്ഥ വന്നു. വണ്ടീനെ സംബന്ധിച്ചിട്ട് 1,60,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കുറേ ലോണ് കാര്യങ്ങൾ പല ആളുകൾ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, EMI ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ നമ്മൾ ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മളെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതിലേക്ക് താഴേക്ക് പോവുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഈ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരു 7 മാസം മുമ്പൊക്കെ കേട്ടിടത്തോളം ഈ പവർ ചാർജർ വരും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം നമുക്കിപ്പോൾ പവർ ചാർജർ വന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കുക പല സ്ഥലത്തും KSEB പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിലുപരി ഇപ്പോൾ ഇതിലിടയ്ക്ക് ഇപ്പോൾ ഏതറായിട്ട് ടൈപ്പ് ആയിട്ട് ഞങ്ങൾ ഏതറിൻ്റെ ഗ്രിഡിൽ ചാർജ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസത്തോളം ഞങ്ങൾ യൂസ് ചെയ്തു. പിന്നെ ശേഷം ഞങ്ങൾക്ക് അതിൽ കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും അന്ന് പെട്ടെന്നുള്ള ഒരു അടിയിൽ പല ആളുകളും റൂട്ടിലായി പോയതും വണ്ടി റൂട്ടിൽ വെച്ചിട്ട് വീട്ടിൽ പോകേണ്ട സ്ഥിതികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെ അതൊരു ഞങ്ങൾക്ക് ഇത് ആക്ടിവേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഞാൻ അതാ പറയുന്നത്, നമ്മളൊരു പെരുവഴിയിലാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു എന്നുള്ളതാണ്. ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷയോട് കൂടി, ചിലതൊന്നും പ്രതീക്ഷക്കനുസരിച്ച് ഉയരില്ല. ഇതങ്ങനെയല്ലല്ലോ. നമ്മൾ പെരുവഴിയിലാകുന്ന ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ ജോലി സംബന്ധമായിട്ടും പല കാരണത്താൽ രാത്രി സമയങ്ങളിൽ ഇപ്പോൾ പല ആളുകളും തന്നെ ലോങ് റൂട്ട്, ഞങ്ങളടക്കം എൻ്റെ വൈഫ് ഹൗസ് ഒറ്റപ്പാലത്താണ്, ലോങ് റൂട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ എവിടെയാണ് പെടുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രീതിയാണ്. ഇപ്പോൾ ഏകദേശം 113, 114 റേഞ്ച് കാണിക്കുന്നുണ്ടെങ്കിലും 110-105 കിലോമീറ്റർ കിട്ടായിരിക്കും. പക്ഷെ നമുക്കൊരു 50 കിലോമീറ്ററിൽ പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ധൈര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇത്രയും വന്നു. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ 1.5 വർഷമായിട്ട് പവർ ചാർജിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുമ്പോൾ ഇതിനൊരു ആധികാരികമായിട്ടുള്ള ഒരു എന്താ പറയുക, അതോറിറ്റി ഇല്ലാത്ത പോലെയാണ് പല വിഷയങ്ങളും വരുന്നത്. നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളാണ് ഇപ്പോൾ ഈ ഒരു ഏതറിൻ്റെ ഗ്രിഡിൽ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ കമ്പനീനെ അറിയിക്കുമ്പോഴാണ് കമ്പനി അറിയുന്നത്. കമ്പനീനെ ഏതർ അറിയിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കോടൊക്കെയുള്ള പെട്രോൾ പമ്പിൽ ഭാരത് പെട്രോൾ പമ്പിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും, ഏതറിൻ്റെ ഗ്രിഡിൽ നമുക്ക് നമ്മൾ റീചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒക്കെ നമ്മളാണ് കമ്പനീനെ അറിയിക്കുന്നത്. അതുപോലും കമ്പനി അറിയുന്നില്ല എന്നുള്ള. സാധാരണ ഒരു കമ്പനിക്ക് ഒരു മിഷനൊക്കെ വേണം. കാരണം ഒരു സാധനം ഇറക്കി അത് നമുക്ക് കൂടുതൽ സെയിലാവണം, അതാണല്ലോ കമ്പനിയുടെ പ്രോഫിറ്റ്. അങ്ങനത്തെ ഒന്നും ഒരു കാണുന്നില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ആരെങ്കിലും വാങ്ങിയിട്ട് പോയിക്കോട്ടെ, വാങ്ങുന്നവൻ വഴിയാധാറായിക്കോട്ടെ, കമ്പനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ള ഒരു ലെവലിലേക്ക്, അതാണ് പറഞ്ഞാൽ വഴിയാധാരാവുന്ന ലെവലിൽ അല്ലെങ്കിൽ പെരുവഴിയിലാവുന്ന ഒരു ലെവലിലേക്കാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊരു അതോറിറ്റി ഉണ്ടായിരിക്കണം. വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ. ഇതിൻ്റെ ആപ്പ് പോലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള, ആപ്പിൽ പോലും ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ വരുന്നില്ല. നമുക്കൊന്നും ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും മാസം അല്ലെങ്കിൽ ദിവസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ടോ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ട് ഒരു മറുപടി പോലും ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് വണ്ടി എടുക്കാൻ കസ്റ്റമർ പുതിയതായിട്ട് എടുത്താൽ മതി എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇപ്പം മണികണ്ഠൻ്റെ വണ്ടി എത്ര ഓടിയെന്നാണ് പറഞ്ഞത്? 4,600. ഏകദേശം 4,600. ഇത് അപ്ഡേറ്റ് ചെയ്തതിനുള്ള ശേഷമുള്ള വണ്ടിയല്ലേ? അപ്പം ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ മുമ്പുള്ള വണ്ടിയാണ്, ഫസ്റ്റ് ബാച്ച്. അതായത് 5 മാസം മുന്നേ എടുത്ത വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയെന്നാ പറഞ്ഞത്? 14,632. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട്. കാരണം വണ്ടി എടുത്തിട്ട് പെട്ടുപോകാൻ പാടില്ല. അതേപോലെ തന്നെ നല്ല വണ്ടിയാണ് എടുക്കുകയും വേണം. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുന്നതാണ് ഈ വാങ്ങിക്കുന്നവർക്ക് ഉപകാരപ്പെടുക.
അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ ഇതിലോട്ട് എത്താൻ കാരണം ഞാൻ ഓല ഇറങ്ങുന്നതിന് മുന്നേ ഓല പിന്നെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് അത് ഓല ഇറങ്ങിയതിന് ശേഷം ആളുകളെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഏതർ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എടുത്തു. ഏതർ നല്ല വണ്ടിയായിട്ട് എന്നെ ഫീൽ ചെയ്തത്. ഏകദേശം ഏതർ എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി പോയതാണ് ഞാൻ. അപ്പോൾ അവർ പ്രൈസ് കൂട്ടിയ ഇതറിഞ്ഞതും അന്ന് യൂട്യൂബിലൊക്കെ വല്ലാണ്ട് കംപ്ലൈൻറ്റുകൾ പറയുന്നുണ്ട് ആളുകൾ. അപ്പോഴാണ് ഈ സംഭവം ഇറങ്ങി നല്ല രീതിയിൽ നിൽക്കുന്ന സമയം. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഇത് ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഹീറോ എന്നുള്ള ഒരു ബ്രാൻഡിൽ നമുക്കുള്ളൊരു വിശ്വാസം, നിങ്ങളൊക്കെ റിവ്യൂ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അതിലൊന്നും വലിയ മോശം പറയുന്നില്ല. കാരണം ഇതിൻ്റെ ഈ സൈഡ് മോട്ടോഴ്സും കാര്യങ്ങളും അവിടെയൊക്കെ നല്ല പെർഫെക്റ്റ് ആണല്ലോ. അങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി കംപ്ലൈൻറ്റ് മീൻസ് ഞാനിപ്പോൾ ഈ ഒരു സ്വിച്ച് ഈ ത്രോട്ടിലും ഇതും എത്ര തവണ മാറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 തവണയൊക്കെ 2 ആഴ്ചയിൽ 3 തവണയൊക്കെ ഈ സാധനം മാറ്റിയിട്ടുണ്ട്. ഇത് മൊത്തം അസംബ്ലിയോ? ഈ അസംബ്ലി മൊത്തം മാറ്റും. ഇത് മൊത്തമായിട്ട് മാറ്റും. ഒരിക്കൽ ഇതുപോലെ കംപ്ലൈന്റുകൾ പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഇതിന്റെ മെയിൻ പ്രശ്നം വരുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോർ ഇൻഡിക്കേറ്റർ വെറുതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വണ്ടി ഓൺ ആവാണ്ടിരിക്കുക, മോട്ടോർ ഓൺ ആവില്ല, അല്ലെങ്കിൽ വണ്ടി ഈ സ്വിച്ച് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവില്ല. അങ്ങനെ മൊത്തം സ്വിച്ച് സെൻസേഴ്സ് കംപ്ലീറ്റ് പ്രശ്നമായിരുന്നു. ഇപ്പം മഴ കഴിഞ്ഞുകൊണ്ടാണോ ഇനി ഇപ്പം പുതിയ അപ്ഡേഷനിൽ വന്നാണ് ഈ സംഭവം എന്ന് പറഞ്ഞു. മാറ്റിയതിന് ശേഷം വലിയ പ്രശ്നം കാണുന്നില്ല, ചെറുതായിട്ടുണ്ട്. പിന്നെ ബാറ്ററി അതുപോലെ മോട്ടോഴ്സ് അങ്ങോട്ടൊന്നും ഒരു ഇഷ്യൂസും ഇല്ല, ഉള്ളത് പറയാം, നല്ല പെർഫെക്റ്റ് ആണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു 5000 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തിയപ്പോൾ 4000 സംതിങ് എത്തിയപ്പോൾ നമ്മളെ ഫ്രണ്ട് ബ്രേക്ക് പാഡ് മാറി. വേറെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇപ്പം ഇല്ല. പിന്നെ ഇപ്പം മണികണ്ഠേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ. എനിക്കൊക്കെ അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. ഞാൻ ആവറേജ് ഒരു 100-130 കിലോമീറ്റർ ഓടുന്നുണ്ട് ഡെയിലി. അപ്പോൾ ഒരു തവണ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂർ, ആവറേജ് 8 മണിക്കൂർ പിടിക്കും. ഒരു മാസം എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഏകദേശം ഒരു മാസം കൊണ്ട് ഗ്രിഡ് വരും എന്നുള്ളത്. അതാണ് ഞാൻ വണ്ടി മെയിനായിട്ട് എടുക്കാനുള്ള റീസൺ. ഇത് വരാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, 8 മണിക്കൂറും ചാർജ് ചെയ്തിട്ട് കഴിയില്ല. ഇപ്പോൾ മണിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കോവൂരത്തെ ഗ്രിഡ് ഒരു മാസമായി കംപ്ലൈൻ്റ് ആയി കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല. മറ്റുള്ള പമ്പുകളൊന്നും സംഭവം ഇതുവരെ ഓണാക്കിയിട്ടില്ല. എന്താ റീസൺ എന്നറിയില്ല. KSEBിന്റെ പെർമിഷൻ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത്. അത് പെർമിഷൻ കൊടുക്കുന്നുണ്ട്, അതിന് ഫോളോ അപ്പ് നടത്താൻ ആരുമില്ല. ഷോറൂമിൽ ചോദിച്ചാൽ അവർക്ക് അതിനെ കുറിച്ച് യാതൊരു ഉത്തരവാദിത്വമില്ല. നമ്മൾ ആരോടാ പറയാന്നൊരു പിടുത്തമില്ല. ഞങ്ങളെല്ലാവരും കംപ്ലൈൻറ്റ് കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കര സംഭവമായിട്ട് കംപ്ലൈൻ്റ് ഒക്കെ എടുക്കും, പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പം പറയാനുള്ളത് തന്നെ, നമ്മൾ വണ്ടി നല്ല വണ്ടിയാണ്. നമ്മൾ അടുത്തൊക്കെ ഷോറൂമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്നതിന് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഷോറൂം ഒരുപാട് ദൂരമുള്ള ആളുകളാണെങ്കിൽ ഇപ്പം കുറച്ച് പ്രയാസം തന്നെയാണ്. കാരണം ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അത് വണ്ടി വഴിയിലാകുന്ന പ്രശ്നം, വണ്ടി സ്റ്റാർട്ടാവാത്ത പ്രശ്നമൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു പെട്ടുപോകും. അപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ല, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുന്നത് വരെ. ഇപ്പം നമ്മൾ ഏതറും ഓലൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റുകൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, സർവീസും കിട്ടുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വണ്ടിയാണ്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് നമ്മൾ അത്ര വിഷയമാക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ എന്തായാലും എത്ര ബിൽഡ് ക്വാളിറ്റി ഉണ്ടെങ്കിലും വീണ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ അത് നമ്മൾ ആ ഒരു മെയിനിൽ എടുത്താൽ മതി. വേറെ വണ്ടി പോകുമ്പോഴുള്ള സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. മെയിനായിട്ട് ചാർജറിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ആപ്പ് കണക്ടിവിറ്റി. ഇത്രയും വലിയൊരു സ്ക്രീൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ബാധ്യത. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീനിൽ ഇപ്പോൾ ഇതിൽ ആകെ കാണിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ബാറ്ററിയുടെ ഇൻഡിക്കേഷൻസ്, ഇവിടെ കിലോമീറ്റർ കാണിക്കും. ഇത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഇതിൽ സെറ്റിങ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, മൈ സ്കൂട്ടർ, ഇതിലൊന്നും വേറെ ഒന്നുമില്ല. ഇതിലിപ്പോൾ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന സംഭവം മാത്രമേ അഡീഷണൽ ഇതിലുള്ളൂ. അതും വർക്കിംഗ് അല്ല. വിൽ ബി അവൈലബിൾ സൂൺ. ആപ്പ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അന്ന് പറഞ്ഞത് 2 മാസം കൊണ്ടൊക്കെ സെറ്റ് ആവുന്ന. പ്ലേ സ്റ്റോറിൽ വരെ ആപ്പിൻ്റെ റേറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ 1 സ്റ്റാറാണ്. അത്ര ആളുകൾ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആപ്പ് ഇതുപോലെ അപ്ഡേഷൻ ഇല്ല എന്ന് മാത്രമല്ല, അതിൽ മുന്നുണ്ടായിരുന്ന പല ഓപ്ഷൻസും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ കുറഞ്ഞു പോകുന്നല്ലാണ്ട് ഒന്നും അഡീഷണൽ ആയിട്ട് വരുന്നില്ല. അതാണ് ആപ്പിൻ്റെ അവസ്ഥ. ഈ സംഭവം ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഭാവിയിൽ അപ്ഡേഷൻ കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ബാധ്യതയാണ്. വണ്ടി ഒന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒക്കെ ടച്ചൊക്കെ ആണല്ലോ. അപ്പോൾ അതൊരു തലവേദന ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതൊരു നെഗറ്റീവ് അല്ല കേട്ടോ. അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു മാപ്പും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിലവിലത്തെ അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ മാപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോൺ ഇവിടെ വെച്ച് മാപ്പ് നോക്കി പോകണം. മാപ്പ് ഇതിൽ മറ്റേ ടേൺ ബൈ ടേൺ ഉണ്ട്. അത് ഈ ആപ്പ് കണക്ട് ആവാത്തതുകൊണ്ട് കറക്റ്റ് കിട്ടില്ല. ഇനി കിട്ടിയാൽ തന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഗൈഡൻസ് അല്ല കിട്ടുന്നത്. ചിലപ്പോൾ തിരിയാനുള്ള സ്ഥലം കഴിഞ്ഞിട്ടായിരിക്കും കാണിച്ചു തരുന്നത്. അപ്പം എനിക്ക് അനുഭവമുണ്ട്, ഞാൻ പിന്നെ അത് ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ആപ്പിൻ്റെ അവസ്ഥ. പിന്നെ ഒരുപാട് ആളുകൾ പറയുന്നൊരു കംപ്ലൈൻറ്റ്, അത് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഓക്സിലറി ബാറ്ററി പോകുന്ന പ്രശ്നം. അതിപ്പോൾ ഈ പുതിയ ബാച്ചിലാണ് തോന്നുന്നുണ്ട് ആ പ്രശ്നം വല്ലാണ്ട് കാണുന്നത്, അല്ലേ?
ഇപ്പോൾ പല ആളുകളും അധികം ചെറിയ കിലോമീറ്റർ ഓടിയ ആളുകളാണ് പറയുന്നത് കാണുന്നത്. എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കത് എക്സ്പീരിയൻസ് ഇല്ല. ഓക്സിലറി ബാറ്ററി കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വണ്ടി ഓണാവില്ല. പിന്നീട് ഒന്നുകിൽ RSA ടീം വന്നിട്ട് അവർ ഓണാക്കി കൊടുക്കണം, അതല്ലാണ്ട് മറ്റേതും ബാറ്ററി വെച്ചിട്ട് സിസ്റ്റം ഓണാക്കിയാലേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലവിൽ ഷോറൂം പോയി കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓലൻ്റെ ഒന്നും സർവീസ് പോലെയല്ല, അവിടെ സാധനം സ്റ്റോക്കിൻ്റെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നുണ്ട്. മേജർ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ഒരു വലിയ സംഭവമല്ല. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് സമയം ഒരു വലിയ വിഷയമാണ്. ഇത് ചിലപ്പോൾ വർക്കൊക്കെ ഉള്ള ആളുകൾക്ക് വണ്ടി മുടങ്ങി കഴിഞ്ഞാൽ അത് പ്രയാസം ഉണ്ടാക്കി കൊടുക്കും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്കുണ്ടായ ഒരു വലിയൊരു ഒരു മോശം അനുഭവം എന്ന് പറഞ്ഞാൽ ക്രൂയിസ് കൺട്രോളായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. അതെന്താ വെച്ചാൽ ഞാൻ അധിക സമയത്ത് ലോങ് ഓടുന്നതുകൊണ്ട് ക്രൂയിസ് എപ്പോഴും ഓണാക്കിയിട്ട്, ഇപ്പോഴും ക്രൂയിസ് ഓണാണ്, എപ്പോഴും ഓണാക്കിയിട്ടിട്ട് ഞാൻ പോകാറുള്ളൂ. ഇതാണ് ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഒരിക്കൽ ഇതുപോലെ മഴ ഉള്ള സമയത്ത് വെറുതെ വണ്ടി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് തന്നെ വലിച്ചുകൊണ്ടാണ് പോയി. എനിക്ക് എന്ത് സംഭവം മനസ്സിലാകുന്ന അത് ഞാൻ ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വണ്ടി വലിച്ചുകൊണ്ട് പോകും. ഭയങ്കര പവറായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. അപ്പം നോക്കുമ്പോൾ ഈ വെള്ളം ഇറങ്ങിയിട്ട് എന്തുകൊണ്ടോന്ന് അറിയില്ല, ക്രൂയിസ് ഓൺ ആയിട്ടുണ്ട്. ക്രൂയിസ് ഓൺ ആകാൻ നമ്മൾ ഈ താഴത്തെ ബട്ടണാണ് സാധാരണ ക്രൂയിസ് ഓൺ ആകാൻ വേണ്ടി പ്രസ് ചെയ്യാൻ വേണ്ടി പറയല്. അപ്പോഴാണ് ക്രൂയിസ് ഓൺ ആവുക. മുകളിലത്തെ പ്രസ് ചെയ്താലും ക്രൂയിസ് ഓൺ ആവും. നമ്മൾ നെക്കി പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ മറ്റേ വല്ല ഗെയിമിലൊക്കെ കാണാമല്ലോ, നിട്രോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എടുത്തു, അതുപോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഇറങ്ങിയിട്ടെ ഈ ബട്ടൺ എങ്ങനോ കോണ്ടാക്ട് ഉണ്ടാവാൻ തോന്നുന്നു. അങ്ങനെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ബാക്കിൽ ആളുണ്ട്, ചിലപ്പം ആള് തലടിച്ച് വീണ് വലിയൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത. എല്ലാവരും പറയുന്ന ഒരു സംഭവമാണ് ഈ സ്വിച്ചിന്റെ കംപ്ലൈന്റ് പ്രശ്നം. അത് നമ്മൾ ചെറിയ പ്രശ്നമാണ് എന്ന് കരുതി, പക്ഷെ അത് ചെറുതല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ പൊതുവെയുള്ള വണ്ടീനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്ന് പറയാൻ പറ്റുമോ? പൊതുവെയുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ വണ്ടി ഞാൻ മുന്നേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല വണ്ടിയാണ്. വണ്ടിക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഇത് കമ്പനി പരിഹരിച്ച് കഴിഞ്ഞാൽ തീരേണ്ടതേ ഉള്ളൂ. സ്വിച്ചിൻ്റെ ഇഷ്യൂസ് പറഞ്ഞാൽ നല്ല സ്വിച്ച് ബിൽഡ് ചെയ്ത് വെച്ചാൽ ആ പ്രശ്നം തീർന്നു. ബാക്കിലോട്ടോ ബാറ്ററിയുടെ സൈഡാണെങ്കിലും മോട്ടറിൻ്റെ സൈഡൊന്നും പ്രശ്നങ്ങളില്ല. പിന്നെ അവിടെ ഇവിടെ കുറച്ച് നമുക്ക് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അപ്പം ഇവിടെ ഈ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത് എവിടെയാ ഈ ഒരു ഭാഗം കണ്ടോ, അതൊരു ഈ ഭാഗം അതെ അതെ കവറില്ല, ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ചളി അടിക്കുന്ന ആ ഒരു പ്രശ്നം. ടയറിന് ചളി ഉള്ളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ, അവിടെ ചളി അടിച്ച് കയറുന്നുണ്ട്, അതുണ്ട്. പിന്നെ വെള്ളം ഇറങ്ങുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതുള്ള ഇത് അറിയുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്ക് പരിഹരിച്ച് പോകാനുള്ളത്. ബൂട്ട് സ്പേസിൽ അതിനെന്തോ ഒരു പരിഹാരം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം മണികണ്ഠൻ പറഞ്ഞ പരിഹാരം കൊണ്ടുവന്നത് ഒരു കവർ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 700 രൂപ എങ്ങാണ്ട് വേറെ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. സസ്പെൻഷൻ അടിപൊളിയല്ലേ, ആണെങ്കിലും നല്ല സുഖം. കാരണം സാധാരണ ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് സസ്പെൻഷൻ. ആ വിഷയത്തിൽ വരുന്നില്ല, കംഫർട്ട്. നമ്മളിപ്പോൾ നിങ്ങളെ വിളിച്ചെടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്, ഈ കംപ്ലൈന്റുകൾ നമ്മൾ പറഞ്ഞാൽ ആരെങ്കിലും അറിയുള്ളൂ, എല്ലാവരും ഇത് പറഞ്ഞോളന്നില്ല. അപ്പൊ ഇത് പറഞ്ഞ് അവരറിഞ്ഞ് ഇത് പരിഹരിച്ച് വന്ന അടുത്തത് എടുക്കുന്ന ആളുകൾക്ക് അത് ഉപകാരമായിരിക്കും. നമ്മൾ ആരും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല. അതേപോലെ നിങ്ങൾ ബാറ്ററിന്റെ മോട്ടറിന്റെ കാര്യം അടിപൊളിയാന്ന് പറഞ്ഞു, നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് രണ്ടാക്കും? ഞാൻ ലോങ് ഓടിയാലും ഞാൻ സ്പോർട്സ് മോഡൽ തന്നെ ഓടാല്. ഒരു ആവറേജ് ഒരു 60-70 ഇടയിലൊക്കെ തന്നെ പിടിക്കും, ഹൈവേ ആയതുകൊണ്ട്. സ്പീഡ് റേഞ്ച് എത്ര കിട്ടും? റേഞ്ച് എന്നാലും ഒരു ആവറേജ് 100 കിട്ടുന്നുണ്ട്. 100 കിട്ടുന്നുണ്ട്. നിങ്ങൾ അന്ന് പറഞ്ഞത് 100 അല്ലേ? 14 റേഞ്ച് കാണിക്കുന്നുണ്ട്, കൂടുമ്പോൾ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ പോയിട്ട് എനിക്ക് ഒരു ഏകദേശം 90-100 ഇടയിൽ തന്നെ കിട്ടുന്നുണ്ട്. സ്പോർട്സിലോടുമ്പോൾ. നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ എന്തായിരുന്നു വില? ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് അന്ന് ചെറിയ എന്തൊരു ഓഫർ കിട്ടിയിട്ടുള്ളൂ, ഏകദേശം 1.5 അല്ലേ? എനിക്ക് ഒന്ന് ബ്രോ കുറച്ച് കൂടുതൽ 1.65 അല്ലേ? നമുക്ക് ഈ ചാർജറിന്റെ കാര്യം നിങ്ങൾ പവർ ചാർജർ ഇപ്പോൾ പവർ ചാർജർ ഇപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടില്ല കേരളത്തിൽ. മെയിനായിട്ട് നമ്മളെ മെട്രോ സിറ്റി എന്താ പറയുക, കൊച്ചിയിൽ, എറണാകുളത്തൊന്നും. ഇത് ഏതറിൻ്റെ തന്നെ കേട്ടോ, ഏതറിൻ്റെ ഗ്രിഡായിട്ട് സമയമുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഏതറിൻ്റെ ഈ ഒരു ടൈപ്പ് കാരണം നല്ല സുഖമായിരുന്നു, തൽക്കാലം അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എറണാകുളമുള്ള ആളുകൾക്ക് ഇപ്പം ഏതറിൻ്റെ ഇത് കണക്ട് ആവാത്തത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു ഓപ്ഷനും ഇല്ല, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മളെ ചാർജർ അവിടെ ഇല്ല. അവിടെ ഇതുവരെ അവർക്ക് സ്ഥലം കണ്ടെത്താൻ പറ്റില്ല എന്നാണല്ലോ ഷോറൂമിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഇപ്പോൾ പാലക്കാട്, തൃശ്ശൂരൊക്കെ അവിടുത്തെ ഷോറൂമിലാണ് ചാർജർ ഉള്ളത്. പക്ഷേ എറണാകുളത്തെ ഷോറൂമിൽ അങ്ങനെ എന്നാൽ നിങ്ങൾക്ക് അതിന്
പെർമിഷൻ കൊടുത്തു വെച്ചപ്പോൾ അത് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, നമ്മൾ അവിടെ ഉള്ളൊരു പുള്ളി പറഞ്ഞതാണ് അതിനെ കുറിച്ചിട്ട്. ഞാൻ അന്വേഷിച്ചപ്പം എന്തോ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല എന്തോ ഇത് തന്നെയാണ് വണ്ടി എടുക്കുന്ന കാലത്ത് അവർ പറയുന്നത്. മാസം 4-5 മാസമായിട്ട്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ആക്ച്വലി ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നത് 7 മാസം മുന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്തത്. ആ സമയത്ത് എന്നോട് പ്രോമിസ് ചെയ്തത് 2 മാസം കൊണ്ട് എല്ലാം അപ്ഡേറ്റ് ആവും, എത്രൻ്റെ ഗ്രിഡിൽ ചാർജ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാ ആപ്പും വരുന്നതാണ് പറഞ്ഞത്. ഒരു ഹീറോ പോലത്തെ ഒരു കമ്പനീനെ ഈ കസ്റ്റമേഴ്സിനൊക്കെ എത്ര വിശ്വാസം ഉണ്ടാവും. അവിടെയാണ് പ്രശ്നം. അതുമാത്രമല്ല, ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അവരും നമ്മളൊക്കെ വിശ്വസിച്ചിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഈ പ്രോമിസ് നിറവേറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പം നെഗറ്റീവ് മാത്രമല്ല, നല്ല പോസിറ്റീവുകളും ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഒന്ന് യാത്ര കംഫർട്ട്, റേഞ്ച് അവർ പറയുന്ന റേഞ്ച് കിട്ടുന്നുണ്ട്, അതിലൊരു പോരായ്മയില്ല. ബാറ്ററി ഇപ്പോൾ എല്ലാവർക്കും ഈ ബാറ്ററി ഇങ്ങനെ എടുത്തു കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുന്ന പറയുന്നത് നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം ഫ്ലാറ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് നല്ല സുഖമുണ്ട്. പിന്നെ പവർ അടിപൊളി പവർ അല്ലേ ഇതിന്റെ ഈ ഒരു മോട്ടർ, സൈഡ് മൗണ്ടർ മോട്ടർ ചെറുതായിട്ട് അല്ല, നല്ല പവറാണ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു മെഡിക്കൽ കോളേജിലുള്ള ഒരു വലിയൊരു കയറ്റം, ഇവിടെ തന്നെ ഉള്ള ഒരു വലിയ കയറ്റം, 3 ആള് വെച്ചിട്ട് സൂപ്പറായിട്ട് കയറി. ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. ഈ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നാം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ധൈര്യത്തിൽ പോയി വണ്ടി എടുക്കാം. ഇപ്പം അത് എനിക്ക് തന്നെ സമയമില്ല. അതായത് ഞാൻ എടുക്കാൻ പോകുന്ന ഒരാളെ കൺസെപ്റ്റ് ഒരു കാഴ്ചപ്പാടിൽ പറയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ കൊണ്ട് നടക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്ത അപ്ഡേഷനിൽ മിക്കവാറും അത് ഫിക്സ് ചെയ്യാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പവർ ചാർജർ യൂസ് ചെയ്യുന്ന ആളുകൾ അത് അറിയാത്തതുകൊണ്ടാണ്, അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് കണക്ട് ചെയ്തിട്ട് ചിലവർ പിടിച്ച് വലിക്കും, ഓഫ് ആക്കാണ്ട് പിടിച്ച് വലിക്കും. അപ്പം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഗണ്ണ് കംപ്ലൈന്റ് ആകുന്നുണ്ട്, ചിലത് അതിന്റെ അകത്ത് ലോക്കായി പോകുന്ന ഇഷ്യൂസ് വരും. അത് വേറെന്തോ കംപ്ലൈന്റ് ആണ്. അപ്പൊ ഈ പിടിച്ച് വലിക്കുന്നതിന് മുന്നേ നമ്മൾ ചാർജിങ് കഴിഞ്ഞാൽ പവർ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആകുന്ന സൗണ്ട് കേൾക്കാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ പതിയെ ഒരു വിരൽ വെച്ച് പതുക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോരും, വേറെ തടസ്സങ്ങളൊന്നുമില്ല. മുന്നോട്ട് പ്രസ്സിട്ട് പതിയെ വലിച്ചാൽ മതി. അപ്പം അത് എല്ലാവരും ഒന്ന് അറിയാത്തവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ നേരത്തെ ഞാൻ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ക്രൂയിസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ഓൺ ആകുന്നൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉണ്ടായിക്കോളണമെന്നില്ല. ഇൻ കേസ് അങ്ങനെ പെട്ടെന്നായിരിക്കും സംഭവിക്കുകയാണെങ്കിൽ ഈ കിൽ സ്വിച്ച് ആണ് അമർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് മോട്ടർ കട്ട് ഓഫ് ആയി പോകും. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം മണികണ്ഠൻ ബ്രോ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. എന്നാൽ ശരി, കാണാം.